ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് പാരഡൈസ്. അപ്പോൾ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ ജൊനാഥൻ മേജേഴ്സിൻ്റെ കേസിൻ്റെ വിധി വന്നിട്ടുണ്ട്. അപ്പോൾ 18-ാം തീയതി ആയിരുന്നു ഈ ഒരു കേസിൻ്റെ വിധി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഏറെക്കുറെ ഒരു ദിവസം വൈകിട്ടുണ്ട് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് ബിസി ആയതുകൊണ്ട് തന്നെയാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പോൾ നമ്മുടെ ജൊനാഥൻ മേജേഴ്സിൻ്റെ കേസിൻ്റെ ഫൈനൽ വിധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജൊനാഥൻ മേജേഴ്സ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ 1 വർഷം വരെയുള്ള ഒരു കഠിന തടവാണ്, അത് 1 വർഷം വരെയുള്ള ഒരു ജയിൽ ശിക്ഷയാണ് നമ്മുടെ ഈ ജൊനാഥൻ മേജേഴ്സിന് കിട്ടിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് പറയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ 18-ാം തീയതി തന്നെ പുള്ളിക്കാരനെ ജയിലിൽ കൊണ്ടുപോയിട്ടില്ല. പുള്ളിക്കാരൻ ഫെബ്രുവരി മാസത്തിലാണ് ജയിലിൽ കൊണ്ടുവന്നത്. അതിനുശേഷം 1 വർഷം വരെ പുള്ളിക്കാരൻ ജയിലിൻ്റെ അകത്ത് തന്നെയായിരിക്കും എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡിസ്നി അതുപോലെ തന്നെ മാർവലാണെങ്കിൽ ഇവരുടെ ആ ഒരു കേസ് വരുന്നവരെയാണ് നമ്മുടെ ജൊനാഥൻ മേജേഴ്സിൻ്റെ കേസിൻ്റെ റിസൾട്ട് വരുന്നവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. അതായത് ഇപ്പം ഈ ഒരു ജൊനാഥൻ മേജേഴ്സിനെ അറസ്റ്റ് ചെയ്ത ജൊനാഥൻ മേജേഴ്സിനെതിരെ ഇതേപോലത്തുള്ള ഒരു കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് എന്ന് അറിഞ്ഞ ആ ഒരു നിമിഷം തന്നെ ഇത് ചെയ്യാനായിട്ട്, അഥവാ ഫയർ ചെയ്ത് കളയേണ്ട പകരം ജൊനാഥൻ മേജേഴ്സിൻ്റെ ആ ഒരു കേസിൻ്റെ വിധി വന്നതിൻ്റെ അന്ന് തന്നെ, അഥവാ ഡിസംബർ 18-ാം തീയതി വിധി വന്നതിൻ്റെ അടുത്ത നിമിഷം തന്നെ നമ്മുടെ ഡിസ്നി അതുപോലെ തന്നെ മാർവലും കൂടെ ചേർന്ന് നമ്മുടെ ജൊനാഥൻ മേജേഴ്സിനെ ഫയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ന്യൂസ്. അപ്പോൾ ഇതിൻ്റെ തുടക്കം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജൊനാഥൻ മേജേഴ്സ് ആണെങ്കിൽ കഴിഞ്ഞ മാർച്ച് മാസത്തിലാണെങ്കിൽ നമ്മുടെ ജൊനാഥൻ മേജേഴ്സിൻ്റെ ഗേൾ ആയിട്ട്, അഥവാ എക്സ് ഗേൾ ആയിട്ടുള്ള ഗ്രേസ് ജബ്ബാരി എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട് ഇതേപോലെ ഒരു ക്ലബ്ബിലൊക്കെ പോകുന്നതായിട്ടുള്ള ഒരു കാര്യം നമുക്ക് അങ്ങനെ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്ലബ്ബിൽ പോയതിന് ശേഷം തിരിച്ചു വരികയോ അഥവാ ക്ലബ്ബിലേക്ക് പോകുന്ന സമയത്ത് ഏതാണ്ടാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. അതായത് ഇവർ കാറിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മുടെ ജബ്ബാരി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ആണെങ്കിൽ നമ്മുടെ ജൊനാഥൻ മേജേഴ്സിൻ്റെ ഫോണാണെങ്കിൽ മേടിക്കാനായിട്ട് നോക്കി. അപ്പോൾ ആ ഒരു സമയത്ത് ജൊനാഥൻ മേജേഴ്സ് റെഫ്യൂസ് ചെയ്യുകയും അവർ തമ്മിലാണെങ്കിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടാവുകയും ആ ഒരു കോൺവെർസേഷൻ്റെ ഇടയ്ക്കാണ് ഈ ജൊനാഥൻ മേജേഴ്സ് ഈ ജബ്ബാരി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീനെ കയറി ആക്രമിച്ചത് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കാറിൻ്റെ വെളിയിൽ ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് ഈ ആ ഒരു CCTV ഫുട്ടേജ് കാണുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും ജബ്ബാരിയുടെ റൂമിലേക്കാണ് പോയത്. ജബ്ബാരി ആണെങ്കിൽ ജബ്ബാരിയുടെ റൂമിലേക്ക്, ആ സമയം ജൊനാഥൻ മേജേഴ്സ് വേറെ അങ്ങോട്ടേക്കാണ് പോയത്. അതിനുശേഷം ജൊനാഥൻ മേജേഴ്സ് ഗ്രേസ് ജബ്ബാരിയുടെ ആ റൂമിലേക്ക് വന്ന് നോക്കുന്ന ആ ഒരു സമയത്ത് പുള്ളിക്കാരി ബാത്റൂമിലാണെങ്കിൽ ഇങ്ങനെ കൊഴിഞ്ഞ് വീണ് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മുടെ ജൊനാഥൻ മേജേഴ്സ് പോലീസെ വിളിക്കുക. ആ ഒരു സമയത്ത് പോലീസുകാർ വന്ന് നോക്കുമ്പോൾ ആ ഒരു ജബ്ബാരി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ ദേഹത്താണെങ്കിൽ കുറച്ച് ഈ എന്തോ വെട്ടും കുത്തും, അഥവാ എന്തോ ചെറുതായിട്ട് ചെറിയൊരു ഹാർംഫുൾ ഒബ്ജക്റ്റ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് പോലെയൊക്കെ കയ്യിൽ പാടും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുക. അതിനുശേഷം ജൊനാഥൻ മേജേഴ്സ് ആണ് ഇത് ചെയ്തത് എന്നുള്ളൊരു കാര്യം അവർക്ക് സംശയം തോന്നുകയും അതിനുശേഷം ജൊനാഥൻ മേജേഴ്സിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഫസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ജബ്ബാരി ആണെങ്കിൽ ഈ ഒരു കേസ് തിരിച്ചെടുക്കാനായിട്ടാണ് നോക്കിയിട്ടുള്ളത്. പക്ഷേ അതേസമയം ഈ ജൊനാഥൻ മേജേഴ്സ് എപ്പോഴും എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു എന്നുള്ളൊരു കാര്യത്തെ പറ്റി പറഞ്ഞതിന് ശേഷം ആ ഒരു കേസാണെങ്കിൽ ട്രയലിലേക്കൊക്കെ വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ 18-ാം തീയതിയാണ് പുള്ളിക്കാരൻ കൺവിക്റ്റഡ് ആണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനുശേഷം ഇപ്പം പുള്ളിക്കാരൻ്റെ മേളിൽ വന്നിട്ടുള്ള 4 അലിഗേഷനാണുള്ളത്. അത് 2 അലിഗേഷനാണ് പുള്ളിക്കാരൻ്റെ മേലിൽ ചാർജ് ചെയ്തിട്ടുള്ളത്. അതിൽ ആ ഒരു 2 തെളിവ് കിട്ടിയിട്ടുള്ളത്. ബാക്കി 2 ഒരു തരത്തിലുള്ള തെളിവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ 2 അലിഗേഷൻ പുള്ളിക്കാരൻ്റെ ദേഹത്ത് വെച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ആ ഒരു അലിഗേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജൊനാഥൻ മേജേഴ്സ് ആണെങ്കിൽ ഗ്രേസ് ജബ്ബാറിനെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വയലൻസ് ഒരു 3rd ഡിഗ്രി വയലൻസ് ആണ് അത്. അപ്പോൾ അത് ആ ഒരു ഇതും കൂടെ വെച്ചിട്ടാണ്, അഥവാ ആ ഒരു അലിഗേഷനും കൂടെ വെച്ചിട്ടാണ് ഇപ്പം നമ്മുടെ ജൊനാഥൻ മേജേഴ്സിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറുതായിട്ട് ഹരാസ് ചെയ്തിട്ടുണ്ടെന്നും ആ അലിഗേഷൻ കാണുമ്പോൾ കാണാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നോട്ട് ഗിൽറ്റി എന്നുള്ള ആ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് അലിഗേഷൻ ചാർജ് ചെയ്യാത്ത അലിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊന്ന് മനഃപൂർവ്വം, അഥവാ അറിഞ്ഞുകൊണ്ട് അടിച്ചിട്ടില്ല, ഗ്രേസ് ജബ്ബാറിനെ അടിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അറിഞ്ഞുകൊണ്ടാണ് അടിച്ചതെന്നും പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലയിൻറ്റും കൂടെ നമ്മുടെ ഗ്രേസ് ജബ്ബാറി, അഥവാ അന്നുള്ള ഒരു കേസും കൂടെ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ജൊനാഥൻ മേജേഴ്സിൻ്റെ മേളിൽ. പക്ഷേ അതേസമയം അതിന് എവിഡൻസ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ടല്ല നമ്മുടെ ജൊനാഥൻ മേജേഴ്സ് ഗ്രേസ് ജബ്ബാറിനെ അടിച്ചത്, അറിയാതെയാണ് അത് പറ്റിപ്പോയത് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ 3 അടിപൊളിയായിട്ടുള്ള ഒരു പ്രോജക്ട്സ് തന്നെയായിരുന്നു നമ്മുടെ ജൊനാഥൻ മേജേഴ്സ് ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ക്രീഡ് 3, അതുപോലെ തന്നെ മറ്റൊന്ന് ആൻറ്റ്മാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടമേനിയ, പിന്നീട് നമ്മുടെ ലോക്കി സീസൺ 2-ൻ്റെ അകത്തും പുള്ളിക്കാരൻ ഇൻവോൾവ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരൻ്റെ ആ ഒരു ലൈഫും കാര്യങ്ങളും നല്ല രീതിക്ക് വന്നിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ തന്നെ ലോക്കി സീസൺ 2 ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അടിപൊളി ആക്ടിങ് ആയിരുന്നു നമ്മുടെ ജൊനാഥൻ മേജേഴ്സിൻ്റെ വിക്ടർ ടൈംലി ആയിട്ട്. പക്ഷേ അതേസമയം ഇപ്പം പോലീസ് കേസ് വന്ന് ഇനി ജയിലിലേക്കൊക്കെ പോവുകയാണ്. അപ്പം ആ ഒരു പുള്ളിക്കാരൻ്റെ ടാലൻറ്റ്, ആ ഒരു സംഭവം തന്നെ പുള്ളിക്കാരൻ തന്നെ കൊണ്ട് കളഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ജൊനാഥൻ മേജേഴ്സ് അറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നമ്മുടെ MCUയിലേക്ക് നമ്മുടെ ജൊനാഥൻ മേജേഴ്സ് ഗ്യാങ് ആയിട്ട് വരില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് 100% കൺഫേം ആയിട്ട് ഇപ്പം കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിലേക്ക് MCUവിൽ ഇനി എങ്ങനെയായിരിക്കും കാങ്ങിൻ്റെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാങ്ങിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമില്ല. എനിക്ക് തോന്നുന്നില്ല ഇനി കാങ്ങിനെ കൊണ്ടുവരാനായിട്ട് നമ്മുടെ MCUവിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുമെന്നുള്ളൊരു കാര്യം. കാരണം ഇതുവരെയായിട്ടും വന്നിട്ടുള്ള ആ ഒരു കാങ്ങിൻ്റെ വേരിയൻസിനെ അഥവാ നമ്മുടെ കോണ്ടമേനിക്കകത്ത് തന്നെ ആ ഒരു കൗൺസിൽ ഓഫ് കാങ്സിനെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ നോക്കിയാൽ എല്ലാ കാങ്ങിൻ്റെ ജോനാഥൻ മേജേഴ്സ് തന്നെയാണ് പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു ഗ്യാങ് പോലും വേറൊരു മുഖമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി മറ്റൊരു റീകാസ്റ്റ് കൊണ്ടുവന്നാലേ നമുക്ക് പെട്ടെന്ന് ആ ഒരു റീകാസ്റ്റിനെ ആണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കാങ്ങിൻ്റെ റീകാസ്റ്റ് അത്ര വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. പക്ഷേ അതേസമയം ഈ ഒരു ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടമേനിയയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ആ കൗൺസിൽ ഓഫ് കാങ്സ് കാണിക്കുന്ന സമയത്ത് അവിടെ ഫുള്ള് ജോനാഥൻ മേജേഴ്സിൻ്റെ ആ ഒരു കാങ്ങിൻ്റെ വെർഷനെ കാണിക്കാതെ അതിൻ്റെ പകരമായിട്ട് വേറെ മുഖമുള്ള അഥവാ വേറെ ഏതെങ്കിലും ഓരോ ആക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ട് വേറൊരു കാങ്ങിൻ്റെ വേരിയൻസിനെ പ്ലേ ചെയ്യാൻ വേറൊരു ആക്ടറിന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആക്ടറിനെ വെച്ചിട്ട് എന്നിട്ട് നമുക്കൊരു മെയിൻ കാങ്ങിനെ കൊണ്ടുവന്നതിന് ശേഷം MCUവിൻ്റെ ആ ഒരു അഥവാ ഈ മൾട്ടിവേഴ്സ് സാഗയിലെ മെയിൻ വില്ലനായിട്ട് ആ ഒരു ആക്ടറിനെ ആ സ്കാങ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചേനെ. പക്ഷേ അതേസമയം മാർവൽ അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇനി എനിക്ക് തോന്നുന്നില്ല ആ ഒരു റീകാസ്റ്റും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വലുതായിട്ട് വർക്കൗട്ട് ആവുമെന്ന്. പക്ഷേ റീകാസ്റ്റ് ചെയ്യാനായിട്ട് മാർവൽ ചിലപ്പോൾ നോക്കിയേക്കാം. അതിന് ചാൻസ് ഒട്ടും ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. ഒന്നെങ്കിൽ റീകാസ്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മുടെ ഈ കാങ് എന്ന് പറയുന്ന വില്ലനെ മൊത്തത്തിൽ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഒരു വില്ലനെ ഈ ഒരു മൾട്ടിവേഴ്സ് സാഗയിലേക്ക് കൊണ്ടുവരികയും ചെയ്തേക്കാം. അപ്പോൾ ഇനി മേ ബി ഈ ഒരു കാങ്ങിൻ്റെ പകരം ഇനി മേ ബി നമ്മുടെ ഡോക്ടർ ഡൂമിനെ തന്നെ ചിലപ്പോൾ കൊണ്ടുവന്നേക്കാം. പക്ഷേ ഡോക്ടർ ഡൂമിനെ കൊണ്ടുവരാനായിട്ടുള്ള അത്രയൊരു ഗ്യാപ്പ് ഇതിലുണ്ടെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനി ഇത്ര ഇച്ചിരി പ്രോജക്ട്സ് കൂടെ ഉള്ളൂ. അപ്പോൾ അതിലൊക്കെ നമ്മുടെ ഡോക്ടർ ഡൂമിനെ ഇനി എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ അത് എന്തെങ്കിലും വഴി മാറൽ കണ്ടുവച്ചിട്ടുണ്ടാകും. കാരണം ഈ ഒരു കേസ് വന്നതിന് ശേഷം അതിൻ്റെ ഒരു ബാക്കപ്പ് ആയിട്ട് തന്നെ ചിലപ്പോൾ ഡോക്ടർ ഡൂമിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള പ്ലാൻ ചിലപ്പോൾ നമ്മുടെ മാർവലിൽ എന്തെങ്കിലും ബാക്കപ്പ് പ്ലാനായിട്ട് ചിലപ്പോൾ കരുതിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. മാർവലിന് എങ്ങനെയെങ്കിലും ആ ഒരു ഡോക്ടർ ഡൂമിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഇതുവരെയായിട്ടും നമ്മുടെ ഈ ഒരു കാങ്ങിനെ ഇനി നമുക്ക് തിരിച്ച് കാണാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പം ഈ ഒരു കാങ്ങിൻ്റെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ കാര്യം ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കുക. അഥവാ ജോനാഥൻ മേജേഴ്സിനെ പറ്റിയിട്ട് നിങ്ങളുടെ കാര്യം ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കുക. അതേസമയം ഒത്തിരി പേരാണെങ്കിൽ പുള്ളിക്കാരൻ ഒരു ബ്ലാക്ക് മാൻ ആയതുകൊണ്ട് തന്നെ ആ പുള്ളിക്കാരൻ്റെ ആ ഒരു സക്സസ്ഫുൾ കരിയർ ആണെങ്കിൽ ഈ കോർട്ടിനെ ഒന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത് എന്നുള്ളൊരു കാര്യം കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തൊന്നും പോകുന്നില്ല. പുള്ളിക്കാരൻ്റെ പേഴ്സണൽ ലൈഫിലോട്ടൊന്നും ഒത്തിരി ഞാൻ പോകുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ക്യാങ് അറസ്റ്റായി, അഥവാ നമ്മുടെ ജോനാഥൻ മേജേഴ്സ് അറസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ താഴെ കമൻറ്റ് ചെയ്തേക്കുക. അതായത് ഇനി റീകാസ്റ്റ് ചെയ്യുന്നതാണോ നല്ലത്, അഥവാ ഇനി ഈ ഒരു ഗ്യാങ്ങിനെ മാറ്റിയിട്ട് ഗ്യാങ്ങിൻ്റെ പകരമായിട്ട് മറ്റൊരു വില്ലനെ കൊണ്ടുവരുന്നതാണോ നല്ലത് എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താണെങ്കിൽ ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.